മിന്നും പ്രകടനം നടത്തി ഇന്ത്യയുടെ T20 ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താമെന്ന് കരുതിയ പല താരങ്ങൾക്കും ഇത്തവണ ശോഭിക്കാനായിട്ടില്ല. മിന്നിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇവരിൽ പലരും നിരാശപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ മോശം പ്രകടനം നടത്തി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ താരങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയുടെ T20 ടീമിൽ നിന്നും പുറത്തായിരിക്കുന്ന താരമാണ് ഋഷഭ് പന്ത്. ഇടം കയ്യൻ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പറായ ഋഷഭിനെ സംബന്ധിച്ച് ഇത്തവണത്തെ സീസൺ തിരിച്ചുവരവിനുള്ള അവസരമായിരുന്നു. സഞ്ജു സാംസനെ മറികടന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ ഋഷഭിന് മുന്നുള്ള സുവർണ അവസരമായിരുന്നു ഇത്തവണത്തേത്. ലക്നൌ സൂപ്പർ ജയൻസിന്റെ നായകനായ ഋഷഭിന് പക്ഷേ ഈ സീസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ്. ഇടം കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഇഷാൻ മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ള താരമാണ്. പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിപ്പേരുള്ള ഇഷാൻ ഫോമിലേക്ക് എത്തിയാൽ വലിയ അപകടം സൃഷ്ടിക്കുന്ന ബാറ്റ്സ്മാനാണ്. മുംബൈ ഇന്ത്യൻസ് താരമായ ഇഷാൻ ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ്. ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ഇഷാൻ ഈ സീസണിൽ ഗംഭീര പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് അസാധ്യമായിരുന്നില്ല. എന്നാൽ ഇഷാന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. ഇന്ത്യൻ ടീമിലേക്ക് വലിയ തിരിച്ചുവരവ് സ്വപ്നം കാണുന്ന താരങ്ങളിൽ ഒരാളാണ് വെങ്കടേഷ് അയ്യർ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായ വെങ്കടേഷിനെ 23.75 കോടിക്കാണ് KKR നിലനിർത്തിയത്. ഇന്ത്യക്കായി നേരത്തെ കളിച്ചിട്ടുള്ള വെങ്കടേഷ് തിരിച്ചുവരവ് നടത്തി മിന്നിക്കാൻ കഴിവുള്ളവനായിരുന്നു. ഗൗതം ഗംഭീറിന്റെ പരിഗണനയിലുള്ള താരമായിരുന്നു വെങ്കടേഷ് അയ്യർ എന്നും പറയാം. എന്നാൽ വാങ്ങിയ പ്രതിഫലത്തോട് കൂറുകാട്ടാൻ വെങ്കടേഷിന് സാധിച്ചിട്ടില്ല. അതിവേഗത്തിൽ റൺസ് ഉയർത്താനോ സ്ഥിരതയോടെ കളിക്കാനോ വെങ്കടേഷിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വെങ്കടേഷിന് തിരിച്ചുവരവ് നടത്തുകയെന്നത് എളുപ്പമല്ലെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ T20 ടീമിന്റെ മധ്യനിരയിൽ സ്ഥാനമുണ്ടായിരുന്ന താരമാണ് ശിവം ദുബെ. സ്പിന്നിനെതിരെ വമ്പൻ അടികൾ നടത്തുന്ന താരമാണ് ദുബെ. അതുകൊണ്ട് തന്നെ മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും മികവ് കാട്ടാൻ ദുബൈക്ക് സാധിച്ചിരുന്നു. നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ദുബൈക്ക് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ ഇത്തവണത്തെ സീസണിൽ മിന്നിക്കേണ്ടിയിരുന്നു. 8 മത്സരത്തിൽ നിന്നും 230 റൺസാണ് താരം ആകെ നേടിയത്. സ്ഥിരതയോടെ കളിക്കാൻ ദുബൈക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനി ടീമിലേക്ക് മടങ്ങിയെത്തുക ദുബൈക്ക് പ്രയാസമാവും.